എന്തായാലും നീ വിഷമിക്കേണ്ട മച്ച, അവൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം. ഭാഗ്യത്തിന് നിന്നെ തല്ലിയത് വേറെ ആരും കണ്ടില്ലല്ലോ. വെൻട്രി തൻ്റെ വിഷമം ശമിപ്പിക്കാൻ തൻ്റെ നിസ്സഹായതയെ ന്യായീകരിക്കുകയാണോ എന്ന് ഒരു നിമിഷം റാമിന് തോന്നിപ്പോയി. ആരും കണ്ടില്ലേലും എനിക്ക് എന്നോട് തന്നെ എന്തോ ഒരു ഭയങ്കരമായ നാണക്കേട് തോന്നുവാടാ. ഈ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ, അതൊക്കെ പോയതുപോലെ ഒരു ഫീൽ. അവൾക്ക് മുന്നിൽ ഞാൻ ഒരുപാട് ചെറുതായി പോയതുപോലെ. എനിക്കിങ്ങനെ ഒരനുഭവം ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലടാ. റാമേ, നീ ഭയങ്കര പാവമാ. അതാ നീ ചിലയിടങ്ങളിൽ പകച്ചു നിൽക്കുന്നത്. ഈ നാട്ടിൽ ഇങ്ങനെ പകച്ചു നിന്നാൽ ആളുകൾ നെഞ്ചത്ത് കയറി നിരങ്ങിയിട്ടങ്ങ് പോകും. ഡാന്ന് വിളിച്ചാൽ എന്താടാന്ന് ഉറക്കെ ശബ്ദത്തിൽ തിരിച്ചു ചോദിക്കാൻ ധൈര്യമില്ലേൽ അവിടെ നമ്മൾ തോറ്റു. പിന്നെ ആരും നമുക്കോ നമ്മുടെ വാക്കിനോ വില തരില്ല. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ആളുകളുടെയും ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് മച്ച. നീ നിൻ്റെ പാവത്താൻ കേരള സ്റ്റൈൽ ഒന്ന് റേഞ്ച് ചെയ്ത് തമിഴ്നാട് മോഡൽ ആക്ടിവേറ്റ് ചെയ്യ്. അപ്പോൾ എല്ലാം ശരിയാവും. ഡേയ് ചുണ്ണി. അപ്പോൾ മുന്നിലൂടെ ബാഗും തൂക്കി നടന്നുപോയ ഒരു സ്കൂൾ കുട്ടി പയ്യനെ വെൻട്രി ഗാംഭീര്യത്തോടെ വിളിച്ചു. എന്നട വെണ്ണേ? അവൻ തിരിഞ്ഞൊന്ന് ചോദിച്ചു. ഒന്നുമില്ല, ചുമ്മാ ഒരു എക്സാമ്പിൾ കാണിച്ചതാ. പാത്ത് പോ തമ്പി. ആ പയ്യൻ വെൻട്രിയെ എന്തോ മുഴക്കം തെറിയും പറഞ്ഞുകൊണ്ട് നടന്നുപോയി. കണ്ടോ, ആ ചെറിയ പയ്യന് പോലും അറിയാം ഈ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണമെന്ന്. ഇത് നിന്റെ കേരളമല്ല റാം, ഇത് തമിഴ്നാടാണ്. ഈ നാടിനെ ടോൺ തന്നെ ഇങ്ങനെയാണ്. സോ നീ മാറിയേ പറ്റൂ, വെൻട്രി പറഞ്ഞു. ആ സമയത്ത് ചായ വാങ്ങി തിരിഞ്ഞ ആ ആജാനുബാഹുവായ മനുഷ്യൻ റാമിനെ ദേഹത്ത് തട്ടി. ഏയ് എന്നടാ, കണ്ണ് തെരിയാതാ? റാം ഉള്ളിൽ പൊന്തി വന്ന സഹല ദേഷ്യവും പുറത്തെടുത്തുകൊണ്ട് ചോദിച്ചു. സോറി ബോസ്, സോറി. അയാൾ ഭവ്യതയോടെ ഒഴിഞ്ഞു മാറി. ദാറ്റ്സ് മൈ ബോയ്, വെൻട്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, അവൾക്കിട്ട് പണി കൊടുക്കാൻ നീയും രേഷ്മയും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ഞാനുമുണ്ട് നിങ്ങൾക്കൊപ്പം. നീ പറഞ്ഞ പോലെ അവൾ സാധാരണ പെണ്ണല്ല. അഹങ്കാരം മൂത്ത ഒരു മൂദേവിയാ. ഒരടി കൊണ്ട് തീർത്താൽ പറ്റില്ല. അവളെ ഇഞ്ചിഞ്ചായി നമുക്ക് ദ്രോഹിക്കണം. റാം അതും പറഞ്ഞപ്പോൾ വെൻട്രിയുടെ മുഖം വന്ന് തുടുത്തു. അന്ന് തിരികെ ഫ്ലാറ്റിലെത്തിയ റാം അധികമായി ഒന്നും സംസാരിച്ചില്ല. പിറ്റേന്ന് ശനിയാഴ്ച ആയതിനാൽ പാട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് വെൻട്രിയോട് പറഞ്ഞതിനു ശേഷമാണ് അവൻ തിരികെ അയ്യപ്പൻ ടാങ്കിലേക്ക് പോയത്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് റാമിന് ഉറക്കം വന്നില്ല. ആനന്ദി അവനെ വിളിച്ചു കൊണ്ടുപോയതിനു ശേഷം ഓരോ മില്ലി സെക്കൻഡും വീണ്ടും വീണ്ടും അവൻ ഓർത്തെടുത്തു. അതോടൊപ്പം ആ ഹിജഡയുടെ മഞ്ഞളിഞ്ഞ പെർഫ്യൂമിൻ്റെ ഗന്ധം അപ്പോഴും തൻ്റെ ശ്വാസകോശത്തിനുള്ളിൽ തങ്ങി നിൽക്കുന്നതായി അവന് തോന്നി. പലതരത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൻ ഉറക്കം വന്നില്ല. ഒടുവിൽ ഉറക്കം വരും വരെ അവൻ ബാൽക്കണിയിലും ഉലാത്തുകയും നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ചില പുസ്തകങ്ങൾ വായിച്ചു നോക്കുകയും ചെയ്തു. പിറ്റേന്ന് കിരണും റാമും കോളേജിൽ പോകേണ്ടാത്തതിനാൽ അലാറം വെച്ചിരുന്നില്ല. അത് നന്നായി, ഞാൻ ഇപ്പോൾ എത്തിപ്പോയി, അവൻ പറഞ്ഞിട്ട് കോൾ കട്ടാക്കി. ഗിണ്ടിയിൽ ഇറങ്ങി വെൻട്രിയെ വിളിച്ചപ്പോൾ വെൻട്രി ബൈക്കുമായി വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി. പാട്ടിയുടെ വീട്ടിൻ്റെ ഗേറ്റിൽ വണ്ടി നിന്നപ്പോൾ റാം ബൈക്കിൽ നിന്നും ഇറങ്ങി ഗേറ്റ് തുറന്നു കൊടുത്തു. എന്നിട്ട് ഗേറ്റിന് മുന്നിൽ നിന്ന് ആനന്ദി വരച്ചിരുന്ന കോലത്തിൽ ചവിട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. കാർ ഷെഡിൽ ആനന്ദിയുടെ വണ്ടി കാണാതിരുന്നപ്പോൾ അവൾ രണ്ടാം നിലയിലെ അവളുടെ മുറിയിലേക്ക് നോക്കി. റൂം പൂട്ടിയിരിക്കുകയാണ്. റാം, പയ്യ നീ വന്നോ? വാ, ഞാൻ നല്ല സൂപ്പർ കേസരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവനെ കണ്ടത് മുറ്റത്തെ റോസാ ചെടികൾക്ക് നനച്ചുകൊണ്ടിരുന്ന പാട്ടി സാരിത്തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് അകത്തേക്ക് പോയി. കഴിച്ചിട്ട് വേഗം മുകളിലേക്ക് വാടാ, അതും പറഞ്ഞു വെൻട്രി മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. രേഷ്മ മുകളിലത്തെ നിലയിൽ നിന്നുള്ള കൈവരിയിൽ നിന്നുകൊണ്ട് റാമിനെ തള്ളവിരൽ ഉയർത്തി കാണിച്ചു. റാം അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി. പാട്ടിയുടെ വക കേസരി കഴിച്ച ശേഷം മുകളിലേക്ക് പോകുകയാണ് പറഞ്ഞിട്ട് റാം പടികൾ കയറി രണ്ടാം നിലയിലേക്ക് പോയി. സാമാന്യ വലിപ്പമുള്ള ഒരു മുറിയായിരുന്നു വെൻട്രിയുടേത്. റൂമിലായി ഡബിൾ കോട്ട് കട്ടിലും ഒരു തടിമേശ വലിപ്പമുള്ള ഒരു അലമാരയും ഉണ്ടായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം കാണാതിരുന്നപ്പോൾ താഴെയുള്ളത് കോമൺ ബാത്റൂം ആയിരിക്കുമെന്ന് റാം ഊഹിച്ചു. പറയ്, എന്താ പ്ലാൻ? അവൻ വെൻട്രിയുടെ രേഷ്മയുടെ ഒപ്പം കട്ടിലിൽ കയറിയിരുന്ന് ചോദിച്ചു. അവൾ 12 മണിക്ക് തിരികെ വരുമെന്ന രാവിലെ പറഞ്ഞ് പോയത്. അത് കൃത്യമായിരിക്കും, സമയനിഷ്ഠ വെൻട്രി പറഞ്ഞു. അവളെ പുകഴ്ത്താനല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. രേഷ്മ അനിഷ്ടത്തോടെ പ്രതികരിച്ചു. ഓക്കെ. അവൾ 12 മണിക്ക് വന്നാൽ നേരെ കുളിക്കാൻ കയറും. അതും അയയിൽ കിടന്ന ടവലും കൊണ്ട്. നമുക്ക് അതിൽ തുടങ്ങാം. ടവൽ വെച്ച് എന്ത് കാണിക്കാനാ? റാം സംശയത്തോടെ ചോദിച്ചു.
ദാ ഇത് കണ്ടോ, സെന്തട്ടി ചെടി ഉണക്കിയ പൊടിയാണ്. രേഷ്മ ആ ചെറിയ ലോഹട്ടിൻ കാണിച്ചു പറഞ്ഞു. സെന്തട്ടിയോ? അതെന്തിനാ ഉപയോഗിക്കുന്നത്? അതൊക്കെ റാം കണ്ടറിഞ്ഞാൽ മതി. രേഷ്മ അതും പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി. എന്നിട്ട് പാട്ടി കാണാതെ അയിൽ കിടന്നുന്ന മെറൂൺ കളർ ടവലിലേക്ക് ആ പൊടി കുടഞ്ഞുകൊണ്ട് നന്നായി തേച്ച് പിടിപ്പിച്ചു. ശേഷം ഒന്നും അറിയാത്ത പോലെ മൂളിപ്പാട്ടും പാടി മുകളിലേക്ക് കയറി വന്നു. അപ്പോഴേക്ക് സമയം 11 കഴിഞ്ഞു. റാമും വെൻട്രിയും രേഷ്മയും ആനന്ദി വരുവാനായി 2ാം നിലയിൽ കൈവരിയിൽ കാത്തിരുന്നു. ഉച്ചത്തേക്കുള്ള പാചകത്തിനിടയിൽ പാട്ടി അവൾക്ക് 3 പേർക്കും ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. ലക്ഷ്യം മറ്റൊന്നായതിനാൽ രേഷ്മ അടുക്കളയിലേക്ക് എത്തി നോക്കാൻ പോലും സമയം പോയില്ല. സമയം വീണ്ടും കടന്നുപോയി. തെരുവിൽ നിന്നും ആനന്ദിയുടെ സ്കൂട്ടർ ഗേറ്റിനരികിലേക്ക് കടന്നു വരുന്നത് കണ്ടതും കൈവരിയിൽ നിന്നിരുന്ന 3 ആളും മുറിയിലേക്ക് ഓടിക്കയറി. അവൾ സ്കൂട്ടർ അകത്തേക്ക് ഓടിച്ചു കയറ്റി. സ്റ്റാൻഡിൽ വെക്കുന്നത് മുതൽ മുകളിലേക്കുള്ള പടികൾ കയറി മുറി തുറന്ന് തിരികെ കുളിക്കാനായി ഇറങ്ങുന്നത് വരെയുള്ള ശബ്ദങ്ങൾ 3 ആളും കേട്ടു. വെൻട്രിയുടെ മുറിയിൽ വാതിലരികിൽ നിന്നുകൊണ്ട് ശ്രദ്ധയോടെ ശ്രവിച്ചു. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞതും രേഷ്മ മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. ചുമ്മാ ഒന്ന് വരാന്ത വരെ നടന്നിട്ട് തിരികെ മുറിയിലേക്ക് ഓടി വന്നു. കേറി മക്കളെ കേറി. അവൾ കുളിക്കാൻ കയറി. യാവൂ, അവൾ തീവ്ര സന്തോഷത്തോടെ പറഞ്ഞു. എന്നിട്ട് തുള്ളിച്ചാടിപ്പോയി. വെൻട്രിയുടെ 5.1 ഹോം തിയേറ്ററിൽ ഒരു അടിച്ചുപൊളി പാട്ടിട്ട് തുള്ളുവാൻ ആരംഭിച്ചു. അടുക്കളയിൽ പാചകം അവസാന ഘട്ടത്തിലായിരുന്ന പാട്ടി മുകളിൽ നിന്നുള്ള പാട്ട് കാലുകൊണ്ട് താളം പിടിച്ചു. ശേഷം പാചകം ചെയ്തുകൊണ്ടിരുന്ന തേങ്ങാപ്പാലൊഴിച്ച ചിക്കൻ കറിയുടെ ഉപ്പ് നോക്കി സ്റ്റൗ ഓഫാക്കി അത് മൂടിവെച്ച് പാട്ടിനെ താളം പിടിച്ചുകൊണ്ട് തന്നെ മുകളിലേക്ക് പടികൾ കയറി ചെന്നു. അവർ വെൻട്രിയുടെ മുകളിലെത്തുമ്പോൾ വെൻട്രിയും രേഷ്മയും കൂടി തുള്ളി തകർക്കുകയായിരുന്നു. റാം അതൊക്കെ നോക്കി സമീപത്തെ കസാരയിൽ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പാട്ടിയും അവർക്കൊപ്പം നൃത്തം ചെയ്യാൻ കൂടി. ആ പ്രായത്തിലും പാട്ടിയുടെ ആവശ്യം കണ്ട് റാമിന് ഉത്സാഹമായി. അവനും അവർക്കൊപ്പം തുള്ളിക്കളിക്കാൻ ചേർന്നു. വെൻട്രിയും പാട്ടിയും ജോഡികളെ പോലെ തകർത്താടി. രേഷ്മ പാട്ടിൻ്റെ ശബ്ദം വീണ്ടും കൂട്ടിവെച്ചു. 4 ആളും കൂടി തട്ടുപൊളിപ്പാൻ തമിഴ് പാട്ടുകൾ ഓരോ ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ട് ചുവട് വെച്ചു. നിർത്ത്. ഹോം തിയേറ്റർ സ്പീക്കറിനേക്കാൾ ഉയർന്ന ശബ്ദം വെളിയിൽ കേട്ടിട്ട് പാട്ടിയും പിള്ളേരും തിരിഞ്ഞു നോക്കി. അയ്യോ ആനന്ദി മോളെ, നിനക്കെന്ത് പറ്റി? ദേഹമാസകലം ചൊറിഞ്ഞു തടിച്ച അവളുടെ കോലം കണ്ട് പാട്ടി മുറിയുടെ വാതിലേക്ക് പാഞ്ഞു. ഹോം തിയേറ്റർ അപ്പോഴും പാട്ട് ഉച്ചത്തിൽ പ്ലേ ആയിക്കൊണ്ടിരുന്നു. വെൻട്രിയും രാമും രേഷ്മയും ആനന്ദിയുടെ കോലം കണ്ട് പരസ്പരം നോക്കി ആർത്തു ചിരിച്ചു. ഇതാരാ ചെയ്തേ? ആനന്ദി ഇരമ്പി വന്ന രോഷം പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. സ്വന്തം പെങ്ങൾക്കിട്ട് പണി കൊടുക്കുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നായിരുന്നാൽ വെൻട്രി കണ്ണുകൊണ്ട് രേഷ്മയെ കാണിച്ചു കൊടുത്തു. രേഷ്മ കൃത്യമായി അത് കാണുകയും ചെയ്തു. എടാ മഹാഭാബി! രേഷ്മ അങ്ങനെ നീട്ടി വിളിച്ചതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ ആനന്ദി അകത്തേക്ക് ഓടിച്ചെന്ന് തൻ്റെ ടവൽ രേഷ്മയുടെ മുഖത്ത് അമർത്തി തേച്ചു. പാട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. തനിക്ക് പണി കിട്ടിയെന്ന് മനസ്സിലാക്കി രേഷ്മ നിന്ന് മോങ്ങി. ഞാനല്ല, അവന്മാരുടെ മോന്തയ്ക്ക് കൂടി തേക്കടി മൂദേവി, രേഷ്മ മോങ്ങിക്കൊണ്ട് പറഞ്ഞു. അതും കേട്ട് പണി കിട്ടിയ രീതിയിൽ വെൻട്രിയും രാമും മുറിയിലെ മൂലയിലേക്ക് നീങ്ങി. ആനന്ദി വേണ്ട. രേഷ്മയിൽ നിന്നും തങ്ങളിലേക്ക് തിരിഞ്ഞ ആനന്ദിയെ കണ്ടതും വെൻട്രി പറഞ്ഞു. ആനന്ദി തൻ്റെ ശരീരത്തിലെ ചൊറിച്ചിൽ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്തതിനു ശേഷം ടവലും അവന്മാരുടെ നേർക്ക് ചെന്നു. ആ സമയത്ത് രേഷ്മയുടെ മുഖം ചൊറിഞ്ഞു തുടങ്ങിയിരുന്നു. വെൻട്രിയുടെയും റാമും ചേർന്ന് ആനന്ദിയെ പിടിച്ചു കട്ടിലേക്ക് തള്ളിയിട്ട് പുറത്തേക്കോടി. ആ സാധനം ഇനി മിച്ചമുണ്ടോ? രേഷ്മയെ നോക്കി കട്ടിലിൽ വീണ് കിടന്നുകൊണ്ട് ആനന്ദി ചോദിച്ചു. ടേബിളിൽ ഒരു ഭാഗത്തായി ഇരുന്ന ബാക്കി സെന്തട്ടി പൊടിയുടെ ടിൻ രേഷ്മ ആനന്ദിക്ക് എറിഞ്ഞു കൊടുത്തു. അത് കയ്യിൽ കിട്ടിയതും വെൻട്രിക്കും രാമിനും പിന്നാലെ ആനന്ദി സെന്തട്ടി പൊടിയുമായി പുറത്തേക്കോടി. ആ സീൻ കാണുന്നത് പോലെ രേഷ്മയും കൈവരിയിലേക്ക് ഓടിപ്പോയി. പാട്ടി അവിടെ നടക്കുന്നതൊക്കെ തമാശയാണോ അതോ കാര്യത്തിലാണോ എന്ന് മനസ്സിലായില്ല. നിനക്കൊക്കെ ഭ്രാന്തായോ മക്കളെ? പാട്ടിയും രേഷ്മയും കൈവരിയിലേക്ക് പോയി നിന്നിട്ട് താഴേക്ക് നോക്കി. ആനന്ദി, നമുക്ക് പറഞ്ഞു തീർക്കാം. കാർ ഷെഡിൽ ഓടിക്കയറി വെൻട്രി അവളോട് ഉറക്കി വിളിച്ചു പറഞ്ഞു. ആ നേരത്ത് റാം ഓടി പുറത്തെ ബാത്റൂമിൽ കയറി വാതിലടച്ചിരുന്നു. എൻ്റെ പത്മിനിക്ക് വല്ല പോറലും വീണാൽ രണ്ടിനെയും ഞാൻ ശരിയാക്കും. ആനന്ദിയെ വെട്ടിച്ച് പത്മിനിയുടെ ചുറ്റും ഓടുന്ന വെൻട്രിയെ നോക്കി പാട്ടി മുകളിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടാതെ അവൻ്റെ മോന്തയ്ക്ക് തേക്കടി, രേഷ്മ മുകളിൽ നിന്ന് ഉറക്കെ അലറി വിളിച്ചു. ഒച്ചയും ബഹളവും കേട്ട് 2ാം നിലയിൽ സമാന്തരമായി നിൽക്കുന്ന ആര്യവേപ്പിൻ്റെ ചില്ലയിൽ ഒന്ന് തൂക്കിക്കിടന്ന ആ തേനീച്ചക്കൂട് പതിയെ ഇളകി തുടങ്ങി. എടി കുമ്മാണം മുഞ്ചി, ആ ടിന്ന് തുറന്നവൻ്റെ മോന്തയ്ക്കറിയാൻ.
രേഷ്മയുടെ അലറി വിളി കൂടിയപ്പോൾ അതിലൊരു തീരുമാനമായി. തൊട്ടടുത്ത നിമിഷത്തിൽ അന്തരീക്ഷമാകെ തേനീച്ചകൾ വ്യാപിച്ചു. കടവുളെ! പാട്ടി ഞെട്ടലോടെ നെഞ്ചിൽ കൈവച്ച് കൈവിരിയിൽ നിന്നും ജീവനും കൊണ്ടോടി വെൻട്രിയുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. "പറട്ടെ തള്ളേ, എന്നെയും കൂടി അകത്തേക്ക് കയറ്റടി!" അവൾക്ക് പിന്നാലെ ഓടിയെത്തിയ രേഷ്മ മുകളിയുടെ വാതിൽ നിന്ന് തള്ളിപ്പൊളിക്കാൻ ശ്രമിച്ചു. തൊട്ടടുത്ത നിമിഷത്തിൽ പാട്ടി വേഗത്തിൽ വാതിൽ തുറന്ന് അവളെയും അകത്തേക്ക് വലിച്ചിട്ടു. പക്ഷേ അപ്പോഴേക്കും അവർക്കൊപ്പം മുറിയിലേക്ക് കുറേ തേനീച്ചകളും കടന്നെത്തിയിരുന്നു. തേനീച്ചക്കൂട് ഇളകിയത് കണ്ട് താഴെ നിന്ന് ആനന്ദിയും വെൻട്രിയും ഒരുപോലെ പകച്ചുപോയി. എന്തു ചെയ്യുമെന്നറിയാതെ ഇരുവരും താഴെ നിലയിൽ ഓടിക്കയറാൻ നോക്കിയപ്പോൾ പാട്ടി വാതിലെല്ലാം പൂട്ടിയ ശേഷമാണ് മുകളിലേക്ക് പോയതെന്ന സത്യം ഒരു ഞെട്ടലോടെ അവർ തിരിച്ചറിഞ്ഞു. "ഡാ റാമേ, പണി പാളി! പെട്ടെന്ന് വാതിൽ തുറക്കടാ!" വെൻട്രി കൂവിക്കൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി ഓടി. ആനന്ദിയും വെൻട്രിയുടെ പിന്നാലെ ബാത്റൂമിലേക്ക് ഓടി. "നീയൊക്കെ എന്ത് അടവ് കാണിച്ചാലും ഞാൻ തുറക്കൂലടാ!" റാം അകത്തുനിന്ന് വാതിൽ തള്ളി പിടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. വെൻട്രിയുടെ മുറിക്കുള്ളിൽ അകപ്പെട്ടുപോയ പാട്ടിയും രേഷ്മയും തേനീച്ച ആക്രമിച്ചു തുടങ്ങി. പാട്ടിയുടെ മൂക്കിലും രേഷ്മയുടെ നെറ്റിലും ഓരോ കുത്തു കിട്ടി. മുറിക്കുള്ളിൽ നിന്നുള്ള തേനീച്ചകൾ വീണ്ടും വീണ്ടും കുത്തി തുടങ്ങിയപ്പോൾ ഇരുവരും വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയോടി. കതക് തുറന്നതും നൂറുകണക്കിന് തേനീച്ചകൾ പുറത്ത് കാത്തു നിന്നിരുന്ന പോലെ അവരെ ആക്രമിക്കാൻ ആരംഭിച്ചു. അതേസമയം റാം ബാത്റൂമിൻ്റെ വാതിൽ തുറക്കാത്തതിനാൽ ആനന്ദിയും വെൻട്രിയും ഗേറ്റ് തുറന്ന് റോഡ് ലക്ഷ്യമാക്കി ഓടി. ഒരു പറ്റ തേനീച്ചകൾ അവരുടെ പിന്നാലെ പറന്നു. പാട്ടി ഉൾപ്പെടെയുള്ളവരുടെ കൂവലും ബഹളമൊക്കെ കേട്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയ റാം വാതിൽ അല്പം തുറന്ന ശേഷം പുറത്തേക്ക് തലയിട്ടു. ദൂരെയായി വെൻട്രിയും ആനന്ദിയും റോഡിലേക്ക് എങ്ങോട്ടോ കാറിക്കൊണ്ട് ഓടിപ്പോകുന്ന കണ്ടു. അവൻ സംശയത്തോടെ വാതിൽ മൊത്തമായി തുറന്നു പുറത്തേക്ക് എറിഞ്ഞ് പാട്ടിയും രേഷ്മയും ഒരു പറ്റ തേനീച്ചകളുമായി ഓടി വന്ന് ബാത്റൂമിൽ കയറുകയും തേനീച്ചകളും അവർക്കൊപ്പം കയറിയത് കണ്ട് അതിൽ നിന്നും വീണ്ടും ഇറങ്ങിയോടുകയും ചെയ്തു. തേനീച്ചകൾ തന്നെയും പൊതിഞ്ഞെന്ന് മനസ്സിലാക്കിയ റാം അലറി വിളിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയോടി. അവന് പിന്നാലെ രേഷ്മയും പാട്ടിയും വീട്ടിൽ നിന്നും ഇറങ്ങിയോടി. ഹൂഷ്! ഡോക്ടർ മുടിക്കുള്ളിൽ നിന്നും തേനീച്ചകളുടെ കൊമ്പ് ഊരിയെടുക്കുമ്പോൾ വെൻട്രി വേദന കൊണ്ട് പുളഞ്ഞു. അത്യാഹിത വിഭാഗത്തിൽ 9ഓളം ആളുകൾ തേനീച്ചയുടെ കുത്തേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 5 പേർ പാട്ടിയും കൂട്ടരുമായിരുന്നു. ബാക്കിയുള്ള 4 പേർ പാട്ടിയുടെ വീടിൻ്റെ പരിസരത്തായി താമസിക്കുന്നവരും. അവരെ കുത്താനിട്ട് ഓടിച്ചപ്പോൾ തേനീച്ച റോഡരികിൽ പൈപ്പിൻ ചുവട്ടിൽ നിന്ന് പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്ന 4 സ്ത്രീകളെ ആക്രമിച്ചു. ഒടുവിൽ ആരൊക്കെയോ ചേർന്ന് അവർ 9 പേരെയും ഒരു വണ്ടിയിൽ കയറ്റി തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു. മുഖമൊക്കെ ചൊറിഞ്ഞു തടിച്ച കൂട്ടത്തിൽ രേഷ്മയുടെ മൂക്ക് കൂടി നീരി വെച്ചിരിക്കുന്ന കണ്ട് റാം പൊട്ടിച്ചിരിച്ചു. അവൻ്റെ 2 കണ്ണിൻ്റെയും താഴെയായി കുത്തേറ്റത്. അവിടെയാകെ നീര് വെച്ച് അവനെ കണ്ടാൽ ഒരു ചൈനക്കാരനെ പോലെ തോന്നിച്ചു. ആനന്ദിയുടെ 2 കവിളിലും നെറ്റിയിലും കഴുത്തിലുമെല്ലാം കുത്തുകിട്ടി. വെൻട്രിയുടെ നെറ്റിയിലും തലയിലും ചന്തിക്കുമൊക്കെ. പാട്ടിയുടെ ചുണ്ടിലും മൂക്കിലും കൈക്കും കുത്തുകിട്ടി. അവർ 4 പേരും തങ്ങളുടെ നീര് വെച്ച് വീർത്ത കോലങ്ങൾ കണ്ട് പരസ്പരം നോക്കി നിർത്താതെ ചിരിച്ചു. കുത്തുകിട്ടിയ 4 സ്ത്രീകൾ അവർ ചിരിക്കുന്നത് കണ്ട് അത്ര രസമില്ലാത്ത രീതിയിൽ അടുത്ത കട്ടിലിൽ നോക്കിയിരുന്നു. "ഒരു തേവിടിച്ച് തേനീച്ച എന്നെ മൂക്കിലിട്ടാ കുത്തിയത്. ഞാൻ അത് ഡോക്ടറോട് പറഞ്ഞില്ല. വീട്ടിൽ ചെന്നിട്ട് എൻ്റെ പുരുഷനെ കൊണ്ട് നോക്കിപ്പിക്കണം." മല്ലിക എന്നു പേരുള്ള സ്ത്രീ അടുത്തിരുന്ന മൂവരോടും അടക്കം പറയുന്നത് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ 5 മണിയായിരുന്നു. വീട്ടിലെത്തിയിട്ട് നമുക്കതിനെ മൊത്തം തീ വെച്ച് കൊല്ലണം പാട്ടി, തെരുവിലൂടെ പോകുന്നതിൽ വെൻട്രി പറഞ്ഞു. അവർ 5 പേരുടെയും കോലം കണ്ട് തെരുവിലൂടെ പോകുന്നവർ അവരെ ശ്രദ്ധിച്ചു നോക്കി. "അവ താത്തയുള്ള സമയത്തെ അവിടെയുള്ളതാ വെൻട്രി, അവയെ ഉപദ്രവിക്കേണ്ട," പാട്ടി നടന്നതിൽ പറഞ്ഞു. "നിങ്ങൾക്ക് ഭ്രാന്താണ് കിളവി, എന്തു പറഞ്ഞാലും താത്തയുടെ ഓർമ്മ വന്ന് ഓർമ്മകൾ ഓടിച്ചിട്ട് കുത്താനും തുടങ്ങിയല്ലോ, അനുഭവിച്ചോ." വെൻട്രി പിന്നെ ഒന്നും മിണ്ടിയില്ല. തിരികെ വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് ആനന്ദിയുടെ ടവലും സെന്തട്ടി പൊടിയുടെ ടിന്നും ചുളുങ്ങിയും കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടതും റാം ആനന്ദിയെ ഒന്ന് നോക്കി. അവളുടെ കവിൾ തടം 2ഉം ആരോ അടിച്ചു പൊളിച്ചതുപോലെ നീര് വന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവനല്പം സമാധാനമുണ്ടായി. ആനന്ദിയും അവനെ ഒന്ന് പാളി നോക്കി. കൺതടം 2ഉം വീർത്തിരിക്കുന്നതിനാൽ അവന് നേരെ ചൊവ്വ കാണാനായല്ലോ. തേനീച്ച ഇളകാനുള്ള പ്രധാന കാരണം എന്ന് പൂർണ്ണബോധ്യമുള്ളതിനാൽ രേഷ്മ ഒന്നും മിണ്ടിയില്ല. അപ്പോഴും മുകളിലെ മുറിയിൽ ഹോം തിയേറ്ററിൽ നിന്ന് പാട്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. 4 പേരും ആര്യപ്പിൻ്റെ മുകളിലെ കൊമ്പിൽ നോക്കി. ഒന്നും തന്നെ സംഭവിക്കാത്ത പോലെ തേനീച്ചകളെല്ലാം വീണ്ടും അവിടെ തന്നെ ഒത്തുകൂടി.
ഭക്ഷണം കഴിച്ച ശേഷം അധികം നേരം അവിടെ നിൽക്കാതെ വെൻട്രി ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് രേഷ്മയുടെ ഒപ്പം ഗിണ്ടിയിലേക്ക് പോയി. ഇതിന് അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം റാം. വണ്ടിയിൽ നിന്ന് റാം ഇറങ്ങുമ്പോൾ രേഷ്മ പറഞ്ഞു. റാം അവൻ്റെ കൂളിംഗ് ഗ്ലാസ് അവളെ ഊരിക്കാട്ടി. നിന്റെ ഈ നീര് വെച്ച മൂക്കും കൊണ്ട് നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നടി ശവമേ? മര്യാദയ്ക്ക് വീട്ടിൽ പോയിക്കോ, അല്ലെങ്കിൽ നിന്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടാവും. അവളും അവളുടെ ഒരു ചെന്തട്ടിപ്പൊടിയും ഓടിക്കോ. അതും കേട്ടത് രേഷ്മ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് താഴ്ത്തി വണ്ടി പറത്തി വിട്ടു. ബസ്സൊക്കെ കയറി റാം ഫ്ലാറ്റിലെത്തി. കോളിംഗ് ബെല്ലടിച്ചു. കിരൺ ആയിരുന്നു ഡോർ തുറന്നത്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നിൽക്കുന്ന റാമിനെ കണ്ട് അവൻ ചിരിച്ചു. പുതിയ ഗെറ്റപ്പാണോ? ഓയ് യാന. എങ്കിൽ ഓയ കോമൺ ബേബി. കളിയാക്കിക്കൊണ്ട് റാമിൻ്റെ ശരീരത്തിലൊക്കെ തഴുകി കിരൺ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബിനീഷ് ചേട്ടൻ ഓഫീസിൽ നിന്ന് എത്തിയതും ഡ്രസ്സ് മാറി പുറത്തേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ കണ്ടതും റാം മുഖത്ത് നിന്ന് കൂളിംഗ് ഗ്ലാസ് ഊരിക്കാട്ടി. ചിരിച്ചുകൊണ്ടിരുന്ന കിരണും ബിനീഷ് ചേട്ടനും ഒരുപോലെ ഞെട്ടിപ്പോയി. ആദ്യം ഭയപ്പെട്ടിരുന്നെങ്കിലും അവിടെ നടന്ന കാര്യങ്ങൾ അത്രയും റാം പറഞ്ഞപ്പോൾ ഇരുവരും കുറേ ചിരിച്ചു. രാത്രിയിൽ ആശുപത്രിയിൽ നിന്നും കൊടുത്ത മരുന്ന് കഴിച്ച ശേഷം റാം നേരത്തെ കിടന്നു. പിറ്റേന്ന് റാം ഉണർന്നയുടൻ കണ്ണാടിയിൽ മുഖം നോക്കി. നീരിന് അല്പം കുറവുണ്ടായിരുന്നു. ആ സമാധാനത്തോടെ അവൻ ബാത്റൂമിൽ ഫ്രഷ് ആവാൻ കയറി. ഞായറാഴ്ചയായിരുന്നതിനാൽ വിനീഷേട്ടന് പോകേണ്ടിയിരുന്നില്ല. കിരൺ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ സമയം 8 മണിയായിരുന്നു. ഫുഡ് ഞാൻ ഓൺലൈനായി ഓർഡർ ചെയ്തിട്ടുണ്ട്. നീ ഈ കണ്ണും വെച്ച് അടുക്കളയിൽ കയറാൻ നിൽക്കണ്ട, വിനീഷേട്ടൻ മുറിയിൽ നിന്നും വെളിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? കിരൺ വിനീഷേട്ടനോട് ചോദിച്ചു. നീ വേണ്ടതൊക്കെ അരിഞ്ഞു തരുമെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു, അയാൾ ഷർട്ടിൻ്റെ കൈ തെറുത്തുകൊണ്ട് പറഞ്ഞു. ബിനീഷും കിരണും കൂടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ തെരുവിലേക്ക് പോയി. ആ സമയത്ത് റാം വെൻഡയും രേഷ്മയും വീഡിയോ കോൾ ചെയ്തു. അവരിരുവരുടെ മുഖങ്ങളും തനിക്ക് സമാനമാണെന്ന് കണ്ടപ്പോൾ റാമിന് അല്പം കൂടി സമാധാനമായി. പിറ്റേന്ന് ക്ലാസ്സിൽ താൻ ഒറ്റപ്പെടില്ലല്ലോ എന്നതായിരുന്നു അവൻ്റെ പ്രധാന ആശ്വാസം. ശേഷം അവൻ നാട്ടിലേക്ക് വിളിച്ച് അമ്മയോടും തലേന്ന വിശേഷങ്ങൾ പങ്കുവച്ചു. അവൻ്റെ അമ്മയും അന്നത്തെ ദിവസം പകുതി സമയം ബിരിയാണി ഉണ്ടാക്കിയും ബാക്കി പകുതി സമയം ബിരിയാണിയിൽ ചേർത്ത എസൻസ് കൂടി പോയതിനാൽ മാറി മാറി ടോയ്ലറ്റിൽ പോയി 3 പേരും തള്ളി നീക്കി. പിറ്റേന്ന് കാലത്ത് റാം എഴുന്നേറ്റയുടൻ കണ്ണാടിയിൽ മുഖം നോക്കി. മുഖത്തിന് ചെറിയ വീക്കമുണ്ടായിരുന്നുവെങ്കിലും നീര് നല്ല രീതിയിൽ കുറഞ്ഞുവെന്ന് അവന് മനസ്സിലായി. താങ്ക് ഗോഡ്. ഇനി മുതൽ തമിഴ്നാട് മോഡ് ഓഫ്, കേരള മോഡ് ഓൺ. അതാവും ശരീരത്തിന് നല്ലത്, അവൻ ആശ്വാസത്തോടെ പറഞ്ഞു. പതിവ് പോലെ ബിനീഷേട്ടൻ പോയതിന് പിന്നാലെ അവനും കിരണും വീട് വിട്ടിറങ്ങി. 52-ാം ബസ്സിൽ കയറി ഗിണ്ടിയിൽ നിന്നും ഇറങ്ങി സബ്വേയിലൂടെ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുമ്പോൾ വഴിയരികിൽ ഒരു ഭാഗത്തായി താനുമായി പ്രശ്നമുണ്ടാക്കിയ ഹിജഡയും അവരുടെ കൂട്ടാളികളും നിൽക്കുന്നത് കണ്ട് റാം ഒരു നിമിഷം നിന്നു. എന്നിട്ട് അപ്പോൾ അവൻ്റെ സമീപത്തുകൂടി പോയ ഒരു പറ്റം ബംഗാളി പണിക്കാരുടെ കൂട്ടത്തിനൊപ്പം കയറി നടന്നു. റെയിൽവേ മേൽപ്പാലം കയറി പ്ലാറ്റ്ഫോം നമ്പർ 2 ഇറങ്ങുമ്പോൾ റാം വാച്ചിൽ നോക്കി. സമയം 9:05. ട്രെയിൻ വരാൻ ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട്. തൽക്കാലം അല്പം മാറി നിൽക്കാമെന്ന് കരുതി തോളിൽ ആരോ തട്ടി. ഒരു ഞെട്ടലോടെ അവൻ തിരിഞ്ഞു നോക്കി. ഓലപ്പടക്കത്തിൻ്റെ എത്ര ചെറുപ്പത്തിൽ ഉണ്ടാക്കിയ സമൂസ കുടയിൽ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു വൃദ്ധയാണ്. മോനെ, ചൂട് സമൂസ 5 എടുക്കട്ടെ? 10 രൂപയേ ഉള്ളൂ. വേണ്ട മച്ചി, വേണ്ട, ഞാൻ ഇതൊന്നും കഴിക്കില്ല. റാം അതും പറഞ്ഞ് അവരിൽ നിന്ന് അല്പം കൂടി മാറി നിന്നു. വീണ്ടും അവർ തോളിൽ തട്ടിയപ്പോൾ ഇതെന്തൊരു ശല്യമാണെന്ന രീതിയിൽ അവർ വീണ്ടും തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ കണ്ടത് ഹിജഡയെയാണ്. അവരെ കണ്ടത് റാം ഒന്ന് പരുങ്ങി. എന്നിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിൽ അകത്ത് നിന്ന് പണവും ചേർത്ത് അമർത്തി പിടിച്ചു. അതും കണ്ടതും അവൾ അവനെ ഒറ്റപ്പിരകെ ഉയർത്തി ഒരു നോട്ടം. ശേഷം കയ്യിലിരുന്ന ഒരു ചെറിയ ലോഹ ടിൻ അവൻ്റെ നേർക്ക് നീക്കി. ഇത് പിടിക്ക്. എന്താ ഇത്? ഞാൻ മുറുക്കി തൊപ്പിയതാ, വാങ്ങടാ. അവരുടെ ശബ്ദം കനത്തു. ഞെട്ടിപ്പോയ റാം വെൻട്രി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും മനസ്സിലോർത്തു. ആരെങ്കിലും എടാന്ന് വിളിച്ചാൽ എന്തടാന്ന് തിരിച്ചു ചോദിക്കാനുള്ള ധൈര്യമുണ്ടാകാം. എങ്കിലേ തമിഴ്നാട്ടിൽ ജീവിക്കാൻ പറ്റൂ. ആ സമയത്ത് കേരള മോഡ് ഓഫ് ചെയ്ത് തമിഴ്നാട് മോഡ് ഓൺ ചെയ്യണം. ഈ കാര്യങ്ങൾ മനസ്സിലുള്ളതിനാൽ അവൻ ആ ടിന്ന് വാങ്ങാൻ കൂട്ടിയാക്കിയില്ല. നിങ്ങൾ പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും, റാം അവരുടെ മുഖത്ത് നോക്കാതെ നിലത്ത് നോക്കി പറഞ്ഞു. തൽക്ഷണം മുമ്പിൽ ട്രെയിനിൽ വെച്ച് വഴക്കിട്ടപ്പോൾ കയറി നിന്നപോലെ അവൻ്റെ അടുത്തേക്ക് അവർ കൂടുതൽ ചേർന്നിട്ട് അവൻ്റെ കണ്ണുകളിൽ രൂക്ഷമായി നോക്കി. ഒരു നാൾ റാമിനെ ഉറക്കം കെടുത്തിയ മഞ്ഞളിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഗന്ധം അവൻ മൂക്കിലേക്ക് തുളച്ചു കയറി. മര്യാദയ്ക്കിത് വാങ്ങടാ, അവൾ പല്ലുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞു. റാം ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന ആളുകളൊക്കെ അവനെ തന്നെ നോക്കുന്നത് കണ്ടു.
ആ സമയത്ത് ഒരു പോലീസുകാരൻ പോലും അവൻ്റെ രക്ഷയ്ക്കായി ചുറ്റുമില്ലെന്ന് മനസ്സിലാക്കി. മനസ്സിൽ മാറ്റം വരുത്തിയ തമിഴ്നാട് മോഡ് താനെ കേരള മോഡിലേക്ക് വന്നത് അവൻ തിരിച്ചറിഞ്ഞു. ശേഷം അവരുടെ കയ്യിൽ നിന്നും ഒരു ചെറിയ ടിൻ അറപ്പോടെ വാങ്ങിപ്പിടിച്ചു. ആ നേരത്ത് അവൻ ഒരു ഭീരുവാണെന്ന് അവന് സ്വയം തോന്നിപ്പോയി. അവൻ അത് വാങ്ങിയത് ഹിജഡ റാമിൽ നിന്നും അകന്നു മാറി. ആ സമയത്ത് ദൂരെ നിന്ന് ട്രെയിനിൻ്റെ ഹോൺ ശബ്ദം മുഴങ്ങിക്കേട്ടു. ആളുകൾ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ അരികിലേക്ക് നീങ്ങി നടന്നു. ട്രെയിൻ വന്നു നിന്നപ്പോൾ ഹിജഡയെ ഒരിക്കൽ കൂടി നോക്കിയ ശേഷം അവൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് അകത്തേക്ക് കയറി. അവൻ കയറിയതും അവരും അവൻ്റെ പിന്നാലെ കയറി. ട്രെയിൻ മുന്നോട്ട് പോയി. ആ ബോഗിയിലുള്ള ആരോടും അവരന്ന് പണം ചോദിച്ചിട്ടില്ല. പകരം റാം ഇരിക്കുന്ന സീറ്റിനരികിൽ തന്നെ അവനെയും നോക്കി കൈപ്പിടിയിൽ തൂങ്ങി നിന്നു. അവനാണെങ്കിൽ തനിക്ക് കിട്ടിയ ഒരു സീറ്റിൽ ആ ലോഹട്ടിനും പിടിച്ച് ഇരിപ്പുറപ്പിച്ചു. ഇടയ്ക്കിടെ അവൻ ഹിജഡയെ നോക്കുന്നത് അവർ തന്നെ നോക്കി നിൽക്കുന്നത് കാണുകയും അവൻ്റെ നോട്ടം അവർ തൽക്ഷണം പിൻവലിക്കുകയും ചെയ്തു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നുങ്കമ്പാക്ക സ്റ്റേഷൻ. അവൻ ഇറങ്ങിയതും അവരും അവൻ്റെ ഒപ്പം ഇറങ്ങി. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാത്ത റാം കോളേജ് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ തൻ്റെ പിന്നാലെ ഉണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ട്രെയിൻ ഇറങ്ങിയ ശേഷം ആ ടിന്ന് എറിഞ്ഞു കളയുമെന്ന അവൻ്റെ ഉദ്ദേശവും അങ്ങനെ പാളിപ്പോയി. ദൈവമേ, എൻ്റെ ഒരു വിധി! ആ ഹിജഡയെ പിടിച്ചിട്ട് അവർ മുറുക്കി തുപ്പിയതും കയ്യിൽ കൊണ്ടു നടക്കുന്നു. സ്വയം ശപിച്ചുകൊണ്ട് അവൻ ആ ടിന്നിൽ നോക്കി. ഞാനൊരു ഭീരു തന്നെ. ഇല്ലെങ്കിൽ ആളുകൾ ഒരു വിലയും കൊടുക്കാതെ ഹിജഡയെ പേടിച്ച് ഇങ്ങനെ വേഗത്തിൽ നടക്കുമോ? വെണ്ടി പറഞ്ഞതുപോലെ എന്നെപ്പോലെ ഒരുവന് പറ്റിയ സ്ഥലമല്ല ചെന്നൈ. എങ്കിലും അവർക്ക് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ എന്ത് സുഖമാണ് ലഭിക്കുന്നത്? അങ്ങനെ ഓരോന്നും ചിന്തിച്ച് നടക്കുമ്പോഴേക്കും അവൻ കോളേജിന് മുന്നിലുള്ള തണൽ മരങ്ങളിലേക്ക് എത്തി. ആ സമയത്ത് ആനന്ദി മുഖത്തടിച്ച ഓർമ്മകൾ കൂടി അവൻ്റെ ഉള്ളിൽ തികട്ടി വന്നു. കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ഹിജഡ ആ തണൽ മരത്തിന് ചുവട്ടിൽ അവനെയും നോക്കി നിൽക്കുന്നത് കണ്ടു. കയ്യിലൊരു ടിന്നുമായി പടികൾ കയറി വരുന്ന റാമിനെ കണ്ടതും ആനന്ദി ഒരുമാതിരി നോക്കി. അതിൽ ചെന്തട്ടി പൊടിയാണോ എന്ന് അവൾ സംശയിച്ചു. റാം അവളുടെ മുഖത്തേക്ക് നോക്കിയതും കവളിൽ 2 ഇടത്തും നീര് മിച്ചമുള്ളത് കണ്ടു. എന്തേ? അവൾ അവനെ നോക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. എന്ത്? പോടി, നീ പോടാ. നിനക്കിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ലേ? വരുന്നതേ ഉള്ളൂ. പടികൾ കയറി ക്ലാസ്സിലേക്ക് പോകുന്നതിനിടയിൽ അവൻ പറഞ്ഞു. മുകളിലേക്ക് പോകുന്നതിനിടയിൽ ഹിജഡ കൊടുത്ത ടിൻ അവൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൂടി ചവിട്ടി തുറന്ന് അതിലേക്ക് ഇട്ടു. എന്നിട്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയി. അന്ന് തയലാൻ സാറിൻ്റെ വക സിനിമാറ്റോഗ്രാഫിയെ പറ്റിയായിരുന്നു ക്ലാസ്. ഉച്ചവരെയായിരുന്നു ക്ലാസ് നീണ്ടു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ റാം വെൻട്രിയെ രേഷ്മയെ ഹിജഡയെ കൊടുത്ത ടിന്നിനെ പറ്റി പറഞ്ഞു. വെൻട്രി രേഷ്മയെ കൂടി അത് തുറന്നു നോക്കാതെ കളഞ്ഞതിനെ പറ്റി റാമിനെ കുറേ ചീത്ത പറഞ്ഞു. വേസ്റ്റ് ബാസ്ക്കറ്റിൽ നോക്കിയപ്പോൾ അത് ക്ലീൻ ചെയ്തെന്ന് മനസ്സിലായി. ഉമ്മ ഉണവകയിലേക്ക് നടക്കുമ്പോഴും വെൻട്രിയുടെ രേഷ്മയെ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവരവിടെ എത്തുമ്പോഴേക്കും ആനന്ദി പതിവ് പോലെ തന്നെ തൈര് സാദം വാങ്ങി ഉണവകയിലെ സിമൻറ്റ് ബെഞ്ചിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഭക്ഷണം വാങ്ങുവാനായി ക്യൂ നിൽക്കുമ്പോൾ ഉണവകത്തിൽ വിളമ്പാൻ നിൽക്കുന്ന അക്ക വെൻട്രിയെ രേഷ്മയെ റാമിനെയും മാറി മാറി നോക്കി. അവരുടെ മുഖമൊക്കെ നീര് വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായി. നിൻ്റെയൊക്കെ കയ്യിലിരിപ്പിന് എവിടുന്നേലും അടി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞത് കൃത്യമായി രേഷ്മയ്ക്ക് കൊളുത്തി. എടി ചൂലേ, നിന്നെ ഞാൻ ചെരുപ്പൂരി അടിക്കും. അത് കേട്ടത് വെൻട്രി അവളെ പിടിച്ചു മാറ്റി. ദയവ് ചെയ്ത് നീ ഇവിടെ നിന്നുള്ള അന്നം മുട്ടിക്കരുത്. അടുത്ത ഉണവകയിലേക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ പോകണം. അത് കേട്ടത് രേഷ്മ ഒന്ന് അടങ്ങി. വെൻട്രി ഭക്ഷണം വാങ്ങി പിന്നാലെ റാമും തൊട്ട് പിന്നാലെ രേഷ്മയും വാങ്ങി. ചീ ചീ. വിളമ്പുന്ന സ്ത്രീ അവളെ നോക്കി ആട്ടിയതും അവളും തിരികെ ആട്ടി. കൈ കഴുകുന്ന പാത്രം തിരികെ വയ്ക്കുമ്പോൾ രേഷ്മയും വൈരാഗ്യത്തോടെ നോക്കി. രേഷ്മയെ, നിനക്ക് ഈ തറുതല പറച്ചിലും എടുത്തുചാട്ടവും ഇത്തിരി കൂടുന്നുണ്ട്. ഉണവകയിൽ നിന്നും ഇറങ്ങിയ തെരുവിലൂടെ നടക്കുമ്പോൾ വെൻട്രി പറഞ്ഞു. ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. റാമും വെൻട്രിയെ പിന്തുണച്ചു. രേഷ്മ പുച്ഛഭാവത്തിൽ അവർക്കൊപ്പം നടന്നു. വെയിലിൽ നല്ല ചൂടുണ്ടായിരുന്നു. തെരുവിൽ കച്ചവടങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. മിക്ക ടീ ഷോപ്പുകളിലും ബെഞ്ചുകളിലും കസേരകളിലും നിറഞ്ഞു തന്നെ കാണപ്പെട്ടു. ഏയ് ഹലോ. തെരുവിലൂടെ ഓരോന്നും നോക്കി നടക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും ആനന്ദിയുടെ ശബ്ദം കേട്ടത് 3 പേരെ തിരിഞ്ഞു നോക്കി. ആനന്ദിയെ കണ്ടതും എന്തു വേണമെന്ന മുഖഭാവത്തിൽ അവർ 3 പേരും നിന്നിരുന്ന അവിടെ തന്നെ നിന്നു. ശ്രീറാം, ഒന്നിങ്ങ് വരുമോ? അത് കേട്ടതും റാം വെൻട്രിയെ നോക്കി. മച്ചാ, കഴിഞ്ഞ ദിവസത്തെ അതേ ടോണിലുള്ള വെൻട്രി പറഞ്ഞു.
ഇന്ന് റാമു എങ്ങാനും തൊട്ടാൽ അവൾ വിവരം അറിയും. ഉണവകയിൽ നിന്ന് ആ മൂദേവിക്കിട്ടുള്ളത് ഈ മൂദേവിക്കിട്ട് ഞാൻ കൊടുക്കും. അത് പറഞ്ഞിട്ട് രേഷ്മ ആനന്ദിയുടെ അടുത്തേക്ക് നടന്നു. നീ എനിക്ക് തല്ലു കിട്ടിയ കാര്യം രേഷ്മയോട് പറഞ്ഞല്ലോ ചതിയാ. രേഷ്മ അരികിൽ നിന്ന് പോയതും റാം വെൻട്രിയുടെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. എന്താടി? ആനന്ദിയുടെ അരികിലേക്ക് നടന്നെത്തിയ രേഷ്മയെ ചോദിച്ചു. നീയാണോ ശ്രീറാം? അതെ, തൽക്കാലം ഞാനാണ് ശ്രീറാം. നീ കാര്യം പറഞ്ഞാൽ മതി. ഒരു നിമിഷം ചിന്തിച്ച ശേഷം ആനന്ദി സൈഡ് ബാഗിൽ നിന്ന് ഒരു ടിന്നെടുത്ത് രേഷ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇതിനകത്ത് കാശുണ്ടായിരുന്നു. വേസ്റ്റ് എടുക്കാൻ വന്ന അക്ക തിരിച്ചു കൊണ്ടുവന്ന് തന്നതാണ്. അത് പറഞ്ഞിട്ട് രേഷ്മ അടിമുടി ഒന്ന് നോക്കിയിട്ട് അവൾ തിരിച്ചുപോയി. ടിൻ കൊടുക്കുന്നത് കണ്ട് റാമും വെൻട്രിയും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും ആനന്ദി പോയി കഴിഞ്ഞെന്നു. രേഷ്മ ടിൻ തുറന്നു നോക്കുമ്പോൾ അതിൽ 100 രൂപയുടെ ഒരു ഒറ്റ നോട്ടും പിന്നെ 10ൻ്റെ 20ൻ്റെ കുറേ നോട്ടുകളും ചുരുട്ടി വെച്ചിരിക്കണം. കൂട്ടത്തിൽ ഒരു പേപ്പറും. രേഷ്മ ആ പേപ്പർ നോക്കി തമിഴിൽ എഴുതിയ വടിവത്ത വാക്കുകൾ വായിച്ചു നോക്കി. ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. നിന്നെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുവാനും കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. നിന്റെ കയ്യിൽ നിന്നും എടുത്ത അതേ നോട്ടും കീറിയ ഷർട്ടിന് പകരം പുതിയത് വാങ്ങാനുള്ള പണവും ഇതോടൊപ്പം വെക്കുന്നു. എന്നെ കണ്ടാൽ ആളുകൾക്ക് ഉപദ്രവിക്കാൻ തോന്നുമോ? രേഷ്മ അത് വായിച്ചു കഴിഞ്ഞത് റാം ഞെട്ടലോട് ചോദിച്ചു. വെൻട്രിയും രേഷ്മയും അവനെ അടിമുടിയൊന്ന് നോക്കി. ഇല്ലില്ല, ഇരുവരും ഒരുപോലെ പറഞ്ഞു. തിരികെ ക്ലാസ്സിലെത്തിയ ശേഷം റാമിൻ്റെ ചിന്ത മുഴുവൻ ആ ഹിജറ എഴുതിയ വാചകങ്ങളെക്കുറിച്ചായിരുന്നു. അവരെന്തിനാവും തന്നെ ഉപദ്രവിച്ചത്? മനഃപൂർവ്വമാണെന്ന് പറഞ്ഞത്. റാം, വാട്ട് ഹാപ്പൻ? ക്ലാസ് എടുത്തുന്ന ശിവസാർ ചോദിച്ചു. നത്തിങ് സാർ, സോറി. ഓക്കെ. ശിവസാർ വീണ്ടും ക്ലാസ് തുടർന്നു. നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ ടാസ്ക് തരാൻ പോകുകയാണ്. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയുടെ എന്തെങ്കിലും വെറൈറ്റി രീതിയിൽ ഇഷ്ടമാണെന്ന് പറയുന്ന 2 മിനിറ്റ് ദീർഘമുള്ള ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ ഷൂട്ട് ചെയ്യണം. അതിനുള്ള ക്യാമറയും എക്യുപ്മെൻറ്റ്സും ഒക്കെ നിങ്ങൾക്ക് വേണ്ട സമയം പറഞ്ഞാൽ റിസപ്ഷനിൽ രജിസ്റ്റർ സൈൻ ചെയ്ത ശേഷം വാങ്ങി ഉപയോഗിക്കാം. ഷൂട്ട് ചെയ്ത ശേഷം വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് നിങ്ങളെ എഡിറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഡബ്ബ് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് സെക്ഷൻ ചെയ്യാം. നാളെ ഫുൾ ഡേ നിങ്ങൾക്ക് എടുക്കാം. മറ്റന്നാൾ രാവിലെ ഓരോരുത്തരുടെയും വാക്കുകൾ നമ്മൾ പ്രൊജക്ടറിൽ പ്ലേ ചെയ്യും. സർ, അപ്പോൾ നായകനും നായികയുമോ? ദേവ എന്ന പേരുള്ള ഒരുവൻ ചോദിച്ചു. അത് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അഭിനയിക്കുകയും ആവാം. അത് ജസ്റ്റ് നിങ്ങൾക്കിടയിലുള്ള ക്രിയേറ്റിവിറ്റി ഏത് ലെവലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അന്ന് ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ വെൻട്രിയും രേഷ്മയും ഏതോ ഹിന്ദി സിനിമയ്ക്ക് പോകാനായി റാമിനെ വിളിച്ചു. വിനീഷേട്ടനോട് മുൻകൂട്ടി പറയാതിരുന്നതിനാൽ റാം അവർക്കൊപ്പം പോകാതെ തിരികെ ഫ്ലാറ്റിലേക്ക് പോയി. ആദ്യമായിട്ടായിരുന്നു അവൻ ട്രെയിൻ തിരികെ ഗിണ്ടിലേക്ക് സഞ്ചരിക്കുന്നത്. രാവിലത്തേതിനേക്കാൾ 4 ഇരട്ടിയോളം ആളുകൾ ട്രെയിനിലുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഉന്തിത്തള്ളി അവൻ അകത്ത് കയറിപ്പറ്റി. ട്രെയിനിൻ്റെ വാതിലിൽ കുറേ സ്കൂൾ പയ്യന്മാർ ജാട കാണിക്കാൻ എന്ന പോലെ ഒറ്റക്കൈയിൽ തൂങ്ങി പാതി ശരീരം പുറത്താക്കി നിൽപ്പുണ്ടായിരുന്നു. ഓരോ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴും ട്രെയിൻ സ്ലോ ചെയ്യുമ്പോൾ അവർ അരികിൽ കാണുന്ന പോസ്റ്ററും മറ്റും കൈകൊണ്ട് തട്ടിയിട്ട് എന്തോ വലിയ കാര്യം ചെയ്ത മട്ടിൽ ആരവങ്ങൾ മുഴക്കി. ഗിണ്ടി സ്റ്റേഷനിലെത്തി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന മേൽപ്പാലത്തിൻ്റെ പടികൾ കയറുമ്പോൾ റാം ചുറ്റും ഒരിക്കൽ കൂടി കണ്ണോടിച്ചു. ആ സമൂസ വിൽക്കുന്ന അമ്മച്ചിയല്ലാതെ മുൻപരിചയമുള്ള ആരെയും അവൻ അവിടെ കണ്ടില്ല. ബസ് കയറി തിരികെ ഫ്ലാറ്റിലെത്തുമ്പോൾ സമയം 5:30 മണിയായിരുന്നു. അവൻ ബാഗിൽ നിന്നും ഹിജറ കൊടുത്ത ടിന്നെടുത്ത് വിനീഷേട്ടനെയും കിരണിനെയും കാണിച്ചു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ ഉൾപ്പെടെ വിവരിച്ചു. എടാ, സാധാരണ ഇവർ ആർക്കും അങ്ങോട്ട് കാശ് കൊടുക്കാറില്ല. അവർ മനസ്സറിഞ്ഞ് തന്നാൽ നിനക്ക് ഐശ്വര്യം വരാൻ പോകുന്നു എന്നാണ് അർത്ഥം, വിനീഷേട്ടൻ പറഞ്ഞു. ഒന്ന് പോടാ മനുഷ്യ. ഞാൻ എവിടെ? അവർക്കെന്നെ ഉപദ്രവിക്കാൻ തോന്നാൻ എന്താണ് കാര്യമെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ഐശ്വര്യം വരുന്ന കാര്യം പറയുന്നോ? നീ നോക്കിക്കോ, നിന്റെ ലൈഫ് കളറാകും. നമുക്ക് നോക്കാം, അവൻ പരിഹാസത്തിൽ പറഞ്ഞു. എങ്കിലും അണ്ണൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞതും ഇത്രയൊക്കെ സംഭവങ്ങൾ നിങ്ങളുടെ ഫ്ലാറ്റിൽ സംഭവിച്ചത് ഓർക്കുമ്പോഴാണ് അത്ഭുതം. ഞാനൊക്കെ ഇവിടെ വന്നിട്ട് 2nd ഇയർ കഴിഞ്ഞപ്പോഴാണ് ആരുടെയും വിശേഷം പറയാനും വകയുണ്ടായത്. കിരൺ അത്ഭുതപ്പെട്ടു. ഇവൻ നിന്നെപ്പോലെ അല്ലല്ലോ. ജീവിതം പഠിച്ച് കഥയുണ്ടാക്കാനും സംവിധായകനാകാനും ഒക്കെയല്ലേ ഈ നാട്ടിലേക്ക് വന്നത്? എൻ്റെ ബലമായ സംശയം ഇവൻ ആരെയോ ഓരോരോ പുതിയ അനുഭവങ്ങൾ കിട്ടാൻ വേണ്ടി കാണുന്ന എല്ലാ പ്രശ്നത്തിലും മനഃപൂർവ്വം ചെന്നു ചാടുകയാണോ എന്നാണ് എൻ്റെ സംശയം, വിനീഷേട്ടൻ പറഞ്ഞു. ഇനി അതും കൂടി എൻ്റെ തലയ്ക്ക് വെക്ക്. വെൻട്രിയും രേഷ്മയും സിനിമയ്ക്ക് വിളിച്ചിട്ട് പോലും പോകാതെ കൃത്യമായി വീട്ടിൽ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ, അവൻ വിനീഷേട്ടനെ നോക്കി പരാതി പറയും പോലെ പറഞ്ഞു. എടാ മണ്ട, നീ എന്തിനാണ് നിൻ്റെ കൂട്ടുകാരനും ഒത്തുള്ള നല്ല നിമിഷങ്ങൾ മിസ് ചെയ്യുന്നത്? ഞാൻ നിന്നോട് വേണ്ടാത്ത പണിക്ക് പോകരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം നിൻ്റെ നല്ല നിമിഷങ്ങൾ ഇല്ലാതാക്കണമെന്നല്ല. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ നീ. ഞാൻ എന്ത് പറയുമെന്നോർത്ത് നീ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. എവിടെ പോയാലും ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി, വിനീഷേട്ടൻ പറഞ്ഞു.
താങ്ക്സ്, റാം ഒരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നുവെച്ച് നീ എങ്ങാനും തോന്നിവാസം നടക്കാൻ പോയാൽ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കും, കേട്ടല്ലോ. അതെല്ലാം കേട്ടുകൊണ്ട് തലയും കുലുക്കി നിന്നിരുന്ന കിരणे നോക്കി അയാൾ കൂട്ടിച്ചേർത്തു. നിയമങ്ങൾ പക്ഷപാതം കാണിക്കുന്ന മനുഷ്യർ പിശാചുക്കളാണ്. നിങ്ങളുടെ മേൽ തീമഴ പെയ്യുന്ന ദിവസം നിങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കും, അവൻ പറഞ്ഞു. ഈ പ്രശ്നം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തോ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് റാം തടി തപ്പി. അങ്ങനെ അവൻ്റെ അന്നത്തെ രാത്രി കിരണിനൊപ്പം ബാൽക്കണിയിൽ പോയിരുന്ന് കാറ്റും കൊണ്ട് ശിവസാർ പറഞ്ഞ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചിന്തിച്ചും കടന്നുപോയി. പിറ്റേന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ റാമിൻ്റെ മുഖത്ത് നീര് പൂർണ്ണമായി അപ്രത്യക്ഷമായിരിക്കുന്നു. അവൻ 8 മണിക്ക് തന്നെ അയ്യപ്പൻ താങ്കലിൽ നിന്നും ബസ് കയറി. റോഡിൽ തിരക്ക് നന്നേ കുറവായതിനാൽ 9 മണിക്ക് മുമ്പേ അവൻ ഗിണ്ടിയിലെത്തി. റെയിൽവേ പ്ലാറ്റ്ഫോമിലെ പടികളിൽ ഇറങ്ങുമ്പോൾ ഒരു ട്രെയിൻ പോകാനായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. താൻ നേരത്തെ എത്തിയതിനാൽ അതിലേക്ക് ഓടിക്കയറാൻ നിൽക്കാതെ മേൽപ്പാലത്തിന് പടികളിലൂടെ ചാടിയോടി ഇറങ്ങി ആ ട്രെയിൻ പിടിക്കാൻ പായുന്നവരെയും വീക്ഷിച്ചുകൊണ്ട് അവൻ പ്ലാറ്റ്ഫോമിൽ ഒരു ബെഞ്ചിൽ സ്ഥാനം പിടിച്ചു. ഭൂരിഭാഗം ആളുകളും ട്രെയിനിൽ കയറിപ്പോയതിനാൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തിരക്കൊഴിഞ്ഞ് കാണപ്പെട്ടു. റാം പതിയെ ബാഗിൽ കിടന്ന മാർക്കർ പേന എടുത്ത് ബെഞ്ചിൽ ചാരുന്നതിന് മുകളിൽ റാം എന്ന് ചെറുതാക്കി എഴുതി. ചുവന്ന അക്ഷരത്തിൽ. അങ്ങനെ അവൻ്റെ പേര് കണ്ടതും റെയിൽവേ സ്റ്റേഷൻ സ്വന്തമാക്കിയതുപോലെ ആത്മസംതൃപ്തിയായിരുന്നു അവന്. അപ്പോഴേക്കും വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക്